പ്രാരംഭ പ്രാർത്ഥന. സർവപ്രപഞ്ചത്തിന്റെയും സൃഷ്ടാവും പരിപാലകനുമായ ദൈവമേ, ഈ നല്ല പുലരിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നീതിയുടെ ഉറവിടമായ അങ്ങേ ആത്മസമർപ്പണത്തോടെ ആരാധിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ രൂപാന്തരപ്പെടാതെ ഈ പ്രപഞ്ചം രൂപാന്തരപ്പെടുത്തില്ല എന്ന ബോധത്തോടെ വ്യർത്ഥ വഴികളിൽ നിന്നും വേറിട്ട് നടപ്പാനും നീതിയുടെ ചാലകങ്ങളാകാനും അർത്ഥവത്തായ ജീവിതം നയിപ്പാനും ആരാധന സമൂഹമായ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവനാമം സ്തുതിക്കും മഹത്വത്തിനുമായി 319 ഗീതം. 319 ഗീതത്തിന്റെ ആദ്യത്തെ കുളത്തിലെ നീരോട് തുല്യ സുഖം കടൽ തിര പോലെ നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം തിരുനാമത്തിന് സ്തോത്രം ചെയ്യും. സങ്കീർത്തനം 138:2. ഭൂമിയിലെ രാജാക്കന്മാരും സകല വംശങ്ങളും, ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും, യുവാക്കളും യുവതികളും വൃദ്ധന്മാരും ബാലന്മാരും ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. സങ്കീർത്തനം 148:11-12. ആകയാൽ നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പിൻ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. സങ്കീർത്തനം 33:1. മഹത്വീകരണം. സകലത്തിന്റെയും സൃഷ്ടാവും സ്വന്തം പുത്രന്റെ യൗവനം ലോകത്തിനായി നൽകുകയും ചെയ്ത പിതാവാം ദൈവമേ, അർത്ഥവത്തായ കർമ്മപദങ്ങളിലേക്ക് യുവതായ ക്ഷണിക്കുകയും യൗവനത്തിന്റെ ആത്മീയത സ്വജീവിതത്തിലൂടെ ഞങ്ങൾക്ക് കാട്ടിത്തരികയും ചെയ്ത പുത്രനാം ദൈവമേ, പൂർവികരിലൂടെ ചൈതന്യം പകരുകയും ഇന്നിന്റെ ലോകത്തിന്റെ നന്മ തിന്മകളെ വിവേകിച്ചറിയാനുള്ള ഉൾവെളിച്ചം തരികയും ചെയ്യുന്ന പരിശുദ്ധാത്മാ ദൈവമേ, പാപബോധം നൽകാൻ നീതിയോട് അകന്നിരിക്കുന്ന കഠിന ഹൃദയരെ എന്റെ വാക്കു കേൾപ്പീൻ. ഞാൻ എന്റെ നീതിയെ അടുത്തു വരുത്തിയിരിക്കുന്നു. നാം നമ്മുടെ നടപ്പ് ആരാഞ്ഞ് ശോധന ചെയ്ത് യഹോവയുടെ അടുക്കിലേക്ക് തിരിയുക.
ദുഷ്ടനെ നീതീകരിക്കുന്നവനും നീതിമാനെ കുറ്റം വിധിക്കുന്നവനും രണ്ടുപേരും യഹോവയ്ക്ക് വെറുപ്പ്. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിനു മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. അനുതാപഗീതമായി നമുക്ക് 9ാം ഗീതം പാടാം. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെന്നുകൊണ്ട് പാപങ്ങളെ കുറിച്ച് യഥാർത്ഥബോധവും മാനസാന്തരത്തിന്റെ അനുഭവം പ്രാപിക്കേണ്ടതിന് നമുക്കെല്ലാവർക്കും ദൈവാസന്നിധി മുൻപാകെ പാപങ്ങളെ ഏറ്റു പറയുന്നതിന് ഒരുങ്ങി ഹൃദയത്തെ ദൈവസന്നിധി മുൻപാകെ ഈ നിമിഷം സമർപ്പിക്കാം. ഞാൻ കാർമുകിലിനെ പോലെ നിങ്ങളുടെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ നിങ്ങളുടെ പാപങ്ങളെയും മായ്ച്ച് കളയുന്നു. എങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുവാൻ ഞാൻ നിങ്ങളെ വേണ്ടെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ യേശുക്രിസ്തുവിലുള്ളവർക്ക് ഓരോ ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് നമുക്കൊരുങ്ങാം. യഹോവയുടെ വചനം നേരുള്ളത്. വേദ പാഠഭാഗങ്ങൾ വായിക്കുന്നതിന് മുൻപായി 147 ഗീതത്തിന്റെ 1-ാമത്തെ ചരണം നമുക്ക് പാടാം. 147 ഗീതത്തിന്റെ 1-ാമത്തെ ചരണം പാടാം. യേശുവിൽ ലാഭവും പ്രേമവൃത്താന്തവും ലോകസുതം, സ്നേഹം മികച്ചവൻ, ദേഹം ധരിച്ചവൻ, ഗേഹ വസിച്ചവൻ, വന്നിൽ നിർഭൻ. 147 ഗീതത്തിന്റെ 1-ാമത്തെ ചരണം. യേശുവേ
വാക്യം. എന്നാൽ യോസേഫിനെ ഇസ്രായേലിലേക്ക് കൊണ്ടുപോയി അവനെ അവിടെ കൊണ്ടുവന്ന ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് ഫറവോന്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടിക്കാരനായ പോത്തീഫർ എന്ന ഒരു ഇസ്രായേലിനെ അവനെ വിലയ്ക്കുവാൻ യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ കൃതാജ്ഞനായി ഇസ്രായേലിനായ യജമാന്റെ വീട്ടിൽ പാർത്തു. യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നുവെന്നും അവൻ്റെ യജമാനൻ കണ്ടു. അതുകൊണ്ട് യോസേഫ് അവനെ വിശ്വനായി ശുശ്രൂഷ ചെയ്തു. അവൻ അവനെ ഗൃഹവിചാരകനാക്കി തനിക്കുള്ളതൊക്കെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ തൻ്റെ വീട്ടിലും തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കിയത് മുതൽ യഹോവ യോസേഫിൻ്റെ നിമിത്തം ഇസ്രായേലിൻ്റെ വീടിനെ അനുഗ്രഹിച്ചു. വീട്ടിലും വയലിലും അവനുള്ള സകലത്തിന്മേലും യഹോവയുടെ അനുഗ്രഹം ഉണ്ടായി. അവൻ തനിക്കുള്ളതൊക്കെയും യോസേഫിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ ഭക്ഷിക്കുന്ന ഭക്ഷണം ഒഴികെ അവൻ്റെ കൈവശമുള്ള മറ്റു യാതൊന്നും അവൻ അറിഞ്ഞില്ല. യോസേഫ് മനോഹരരൂപി ആയിരുന്നതുകൊണ്ട് യജമാൻ്റെ ഭാര്യ യോസേഫിന് മേൽ കണ്ണു പതിച്ചു. എന്നോട് കൂടി ഇരിക്ക എന്ന് പറഞ്ഞു. അവൻ അതിന് സമ്മതിക്കാതെ യജമാൻ്റെ ഭാര്യയോട്, ഇതാ വീട്ടിൽ എൻ്റെ കൈവശമുള്ള യാതൊന്നും എൻ്റെ യജമാൻ അറിയുന്നില്ല. തനിക്കുള്ളതൊക്കെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനായി നീ അവൻ്റെ ഭാര്യയാകിയാൽ നിന്നെ അല്ലാതെ മറ്റ് യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിരിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. അവൻ ദിനംപ്രതി യോസേഫിനോടും പറഞ്ഞിട്ടും അവളോടുകൂടെ ശയിപ്പാനോ അവളുടെ അരികെ ഇരിപ്പാനോ അവൻ അവളെ അനുസരിച്ചില്ല. ഒരു ദിവസം അവൻ തൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ വീട്ടിനകത്ത് ചെന്നു. വീട്ടിലുള്ളവർ ആരും അവിടെ ഇല്ലായിരുന്നു. അവൾ അവിടെ വസ്ത്രം പിടിച്ചു. എന്നോട് കൂടി ക്ഷമിക്ക എന്ന് പറഞ്ഞു. എന്നാൽ അവൻ തൻ്റെ വസ്ത്രം അവളുടെ കയ്യിൽ വിട്ടേച്ചു പുറത്തേക്ക് ഓടിക്കളഞ്ഞു. അവൻ വസ്ത്രം തൻ്റെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിപ്പോയി എന്ന് കണ്ടപ്പോൾ അവൻ വീട്ടിലുള്ളവരെ വിളിച്ച് അവരോട്, കണ്ടോ, നമ്മെ ഹാസ്യമാക്കേണ്ടതിന് അവൻ ഒരു എബ്രാഹിമിനെ കൊണ്ടുവന്നിരിക്കുന്നു. അവൻ എന്നോട് കൂടെ ക്ഷമിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വന്നു. എന്നാൽ ഞാൻ ഉറക്കെ നിലവിളിച്ചു. ഞാൻ ഉറക്കെ നിലവിളിച്ചത് കേട്ടപ്പോൾ അവൻ തൻ്റെ വസ്ത്രം എൻ്റെ അടുക്കൽ വിട്ടേച്ച് ഓടിപ്പോയി കളഞ്ഞു എന്ന് പറഞ്ഞു. യജമാൻ്റെ വീട്ടിൽ വരുവോളം അവൾ ആ വസ്ത്രം തൻ്റെ പക്കൽ വെച്ചുകൊണ്ടിരുന്നു. അവനോട് അവണ്ണം തന്നെ സംസാരിച്ചു. നീ കൊണ്ടുവന്നിരിക്കുന്ന എബ്രായദാസൻ എന്നെ ഹാസ്യമാക്കുവാൻ എൻ്റെ അടുക്കൽ വന്നു. ഞാൻ ഉറക്കെ നിലവിളിച്ചപ്പോൾ അവൻ തൻ്റെ വസ്ത്രം എൻ്റെ അടുക്കൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിപ്പോയി എന്ന് പറഞ്ഞു. നിന്റെ ദാസൻ ഇങ്ങനെ എന്നോട് ചെയ്തു എന്ന് തൻ്റെ ഭാര്യ പറഞ്ഞ വാക്ക് യജമാനൻ കേട്ടപ്പോൾ അവൻ കോപം ജ്വലിച്ചു. യോസേഫിൻ്റെ യജമാനൻ അവനെ പിടിച്ച് രാജാവിൻ്റെ ബദ്ധന്മാരെ കിടക്കുന്ന കാരാഗൃഹത്തിൽ ആക്കി. അങ്ങനെ അവൻ കാരാഗൃഹത്തിൽ കിടന്നു. എന്നാൽ യഹോവ യോസേഫിനോട് കൂടെ ഇരുന്നു. കാരാഗൃഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. കാരാഗൃഹത്തിലെ സകല ബദ്ധന്മാരെയും കാരാഗൃഹ പ്രമാണി യോസേഫിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവരുടെ പ്രവൃത്തിയിലൊക്കെയും അവൻ വിചാരകനായിരുന്നു. യഹോവ അവനോട് കൂടെയിരുന്നു. അവൻ ചെയ്തതൊക്കെയും സഫലമാകുന്നുണ്ട്. അവൻ്റെ കൈകീഴിലുള്ള യാതൊന്നും കാരാഗൃഹ പ്രമാണി നോക്കിയില്ല. ആമേൻ. ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്തിനെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്തിനെന്നറിയുന്നു ഞാൻ. എഴുതിയിൽ വീണാലും അവിടെ ഞാനേകനല്ല. എഴുതിയിൽ വീണാലും അവിടെ ഞാനേകനല്ല.
യേശുവിൻ കരങ്ങളിലാ. പരീക്ഷയുടെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷയുടെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്തിനെന്നൊക്കെയായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്തിനെന്നൊക്കെയായി അറിയുന്നു ഞാൻ. ഘോരമം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ, ഘോരമം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ നടത്തുന്ന യേശുവത്രേ ഞാനവൻ കരങ്ങളിലായി. നടത്തുന്ന യേശുവത്രേ ഞാനവൻ കരങ്ങളിലായി. പരീക്ഷയുടെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷയുടെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഈ വിശുദ്ധ ദിവസത്തിൽ ഇന്നത്തേക്ക് വായിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന പുതിയ നിയമ വേദപാഠം എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1 മുതൽ 11 വരെ. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള ദൈവത്തിന്റെ വചനങ്ങളെ കേട്ടുകൊള്ളുകയും. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്തു നിന്നിട്ടില്ല. മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷികയുമരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു. എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതെ ഇരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലടയന്മാരത്രേ. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവന് വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. ഇവിടെ പുതിയ നിയമ വേദപാഠം വായിച്ചു അവസാനിച്ചിരിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 43 മുതൽ 51 വരെ എഴുതപ്പെട്ടതായിരിക്കുന്ന ദൈവത്തിന്റെ വചനങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 43 മുതൽ 51 വരെ എഴുതപ്പെട്ടതായിരിക്കുന്ന നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു മിശിഹായുടെ ജീവനുള്ള സുവിശേഷം. പിറ്റേന്നാൾ യേശു ഗലീലയ്ക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. ഫിലിപ്പോസോ അന്ത്രയോസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബെത്സയിലുള്ളവൻ ആയിരുന്നു. ഫിലിപ്പോസ് നഥാനയേലിനെ കണ്ടു. അവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും അരുളി ചെയ്തിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യോസേഫിന്റെ പുത്രനായ യേശു എന്ന നസ്രേത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. നഥാനയേൽ അവനോട്,
നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട് വന്ന് കാണുക എന്ന് പറഞ്ഞു. നഥാനിയേൽ തന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു. ഇതാ സാക്ഷാൽ ഇസ്രായേലിൽ, ഇവനിൽ കപടം ഇല്ല എന്ന് അവനെ കുറിച്ച് പറഞ്ഞു. നഥാനിയേൽ അവനോട് എന്നെ എവിടെ വെച്ച് അറിയും എന്ന് ചോദിച്ചതിന് ഫിലിപ്പോസ്, നിന്റെ വിളിക്ക് മുമ്പേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു. നഥാനിയേൽ അവനോട്, റബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവ് എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറയുകൊണ്ട് നീ വിശ്വസിക്കുന്നുവോ? നീ ഇതിനേക്കാൾ വലിയത് കാണും എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും എന്ന് അവനോട് പറഞ്ഞു. ഇത് കർത്താവായിരിക്കുന്ന യേശു മിശിഹായുടെ വിശുദ്ധ സുവിശേഷം.
അങ്ങയുടെ സന്ധിയിൽ കൂടി വരുവാൻ അടിയങ്ങളെ സഹായിച്ചു കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അടിയിൽ നിന്ന് ദൈവവചനം സംസാരിക്കുമ്പോൾ അടിയന്റെ വായിലെ വാക്കുകളും അങ്ങയുടെ മക്കളുടെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യുവജനനാരായ ഇന്നേ ദിവസത്തെ ആരാധനയിൽ ദൈവവചനം സംസാരിക്കുവാൻ ദൈവം നൽകിയ അവസരത്തിനായി ആദ്യമായി ദൈവത്തോട് നന്ദി പറയുന്നു. അതുപോലെ യുറാസ്റ്റോ എഴുതി നൽകിയ ഉപദേശിക്കും യുവജനങ്ങളോടും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇന്നത്തെ എന്റെ ചിന്താവിഷയം എന്ന് പറയുന്നത് അർത്ഥവത്തായ ജീവിതത്തിനായുള്ള യുവതയുടെ അന്വേഷണം എന്നതാണ്. വളരെ കാലിക പ്രസക്തി അർഹിക്കുന്ന ഒരു വിഷയമാണിത്. ഈ ഒരു കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം യുവജനങ്ങൾ എന്ന് പറയുമ്പോൾ പലതരത്തിൽ ഡിഫൈൻ ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. പലതരത്തിലുള്ള ജീവിത സാഹചര്യങ്ങൾ, അവ നല്ലതോ മോശമോ ആവട്ടെ, അവയൊക്കെ അതിജീവിക്കാനോ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളുടെയും ആഴവും അവസ്ഥാനന്തരങ്ങളും തിരിച്ചറിയുന്ന ഒരു കാലഘട്ടമാണ് ഈ യുവജന കാലഘട്ടം അല്ലെങ്കിൽ യുവത്വം എന്ന് പറയുന്നത്. വളരെ മനോഹരവും സുന്ദരവുമായ ഒരു കാലഘട്ടമാണ് യുവത്വം. എല്ലാവരുടെയും ഓർമ്മകളിൽ എന്നും തങ്ങി നിൽക്കുന്ന ഒരു കാലഘട്ടമാണിത്. ബാല്യത്തിൽ നിന്നും മധ്യവയസ്കതയുടെ അനശ്വരതയിലേക്ക് കടക്കുന്നതിന് ഇടയിലുള്ള ഒരു മനോഹരമായ കാലഘട്ടമാണ് യുവത്വം എന്ന് പറയുന്നത്. ഞങ്ങളെപ്പോലുള്ളവർ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇവിടെ ഇരിക്കുന്നവരിൽ പലരും ആ ഒരു കാലഘട്ടത്തെ കഴിഞ്ഞ് ഇന്നും ആ യൗവനം മനസ്സ് കാത്തു സൂക്ഷിക്കുന്നവരുമാണ് നമ്മുടെ ഇടയിലുള്ളവർ. ജീവിതം എന്ന് പറയുന്നത് ഒരു പുസ്തകം പോലെയാണ്, അല്ലെ? അതിൽ ഒരുപാട് താളുകളുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. നിരവധി താളുകൾ മറിച്ചു പോകുമ്പോഴും എല്ലാം നമ്മുടെ ഓർമ്മകളിൽ എന്നും പിടിച്ചു നിൽക്കും. അതുപോലെ അത്തരത്തിൽ ജീവിതത്തിൽ നമ്മുടെ യൗവനത്തിൽ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ, അത് ഓരോ കാര്യങ്ങളും ഓർമ്മകളിൽ സ്വരുക്കൂട്ടി വെക്കുന്ന ഓരോ അണുക്കളും അതിന്റെ ജീവിത തന്തുക്കൾ പറയുവാനുണ്ടാകും. ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ ആരാകണമെന്ന് നിശ്ചയിക്കുന്ന ഒരു കാലഘട്ടമാണ് യുവത്വം എന്ന് പറയുന്നത്. യുവജനങ്ങൾ എന്ന് പറയുന്നത് സഭയിലും സമൂഹത്തിലും സഭയുടെയും സമൂഹത്തിന്റെയും തൂണുകളായി നിലനിൽക്കുന്നവരാണ്. അവർക്ക് ഏത് വെല്ലുവിളികളെയും ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുക്കുവാനുള്ള പ്രാപ്തി വേണ്ടത് ഒരു അനിവാര്യമായ ഘടകമാണ്. യുവജനങ്ങൾ എപ്പോഴും ഓരോ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ പ്രാപ്തരാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്നത്തെ നമ്മുടെ വിഷയമായ അർത്ഥവത്തായ ജീവിതത്തിലേക്കുള്ള യുവതയുടെ അന്വേഷണം എന്താണെന്ന് നമുക്ക് വേദപുസ്തക അടിസ്ഥാനത്തിലും ജീവിതാടിസ്ഥാനത്തിലും ഒന്ന് വിശകലനം ചെയ്യാം. ഞാനിന്ന് നമ്മൾ വായിച്ചു കേട്ട പുതിയ നിയമ വേദഭാഗത്തിലൂടെയും പഴയ നിയമ വേദഭാഗത്തിലൂടെയാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിന് ഞാൻ 2 പോയിന്റ്സ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഒന്നാമത്തത് ഉത്തരവാദിത്വത്തിലുള്ള പ്രതിബദ്ധത, കമ്മിറ്റ്മെന്റ് ഇൻ റെസ്പോൺസിബിലിറ്റി. വളരെ വിശാലമായി ഇന്നത്തെ കാലത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. പലർക്കും ഉള്ളതും പലർക്കും ഇല്ലാത്തതുമായ ഒരു കാര്യമാണ് ഇത് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. എല്ലാവരും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പേടിക്കും, അല്ലെ? കാരണം അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഒരു അർത്ഥവത്തായ ജീവിതത്തിലേക്ക് നയിക്കുന്നതിൽ വളരെ പ്രധാനമായ ഒരു പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ്. ഇതിന് ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. തുല്യത, സുതാര്യത, ബഹുമാനം, ചുമതല, സത്യസന്ധത, അതുപോലെ നീതി, വിശ്വസ്തത, ആത്മവിശ്വാസം, ഇതെല്ലാം ഉത്തരവാദിത്വത്തിലേക്കുള്ള ആ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് നയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. നമ്മളൊരു കാര്യം ഉത്തരവാദിത്വത്തോടെ ചെയ്യുവാൻ തയ്യാറാവുന്നതിൽ എപ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടാവും. എന്നാലേ അതൊരു ഉത്തരവാദിത്വത്തോടെ നിർവഹിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഇന്ന് വായിച്ചു കേട്ട പഴയ നിയമ വേദഭാഗത്തിൽ, അതായത് ഉൽപ്പത്തി 39-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള വാക്യത്തിൽ നമുക്ക് ഏറ്റവും പരിചിതമായ ഒരു വ്യക്തിയെ നമുക്ക് കാണുവാൻ സാധിക്കും, യോസഫ്. എല്ലാവരും ചെറിയ പ്രായത്തിലെ നമ്മൾ ആ യോസഫിന്റെ കഥ പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ കാണുവാൻ സാധിക്കുന്ന യോസഫ് തന്റെ യൗവന കാലഘട്ടത്തിൽ ധാരാളം പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. അതും തന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. തന്റെ ജീവിതം പരീക്ഷണങ്ങൾ നിറഞ്ഞതായിരുന്നെങ്കിലും ദൈവിക ജ്ഞാനത്തിൽ നിന്ന് നേടിയെടുത്ത ഉത്തരവാദിത്വ ബോധം എല്ലാം ഈ ഒരു പരീക്ഷണങ്ങളെയും ഈ ഒരു പ്രശ്നങ്ങളെയും പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ആ ഒരു ഊർജം ആർജിച്ചെടുക്കുവാൻ സഹായിച്ചു. ഈ വേദഭാഗത്തിൽ വിവിധ തരത്തിൽ ഒരു യുവത അല്ലെങ്കിൽ ഒരു യുവജനത്തിന് ആവശ്യമായിട്ടുള്ളത് എന്ത് എന്ന് വരച്ചു കാണിക്കുന്നുണ്ട്. സേവനം, ആത്മനിയന്ത്രണം, കഷ്ടതയെ അതിജീവിക്കുവാനുള്ള ആ ഒരു ഊർജം, ഇതൊക്കെ ആയിരുന്നു ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ജോസഫിന് കൂട്ടായിട്ട് ഉണ്ടായിരുന്നത്. ഈ കാര്യങ്ങളൊക്കെ താൻ ചെയ്ത സമർപ്പിത സേവനങ്ങളും അതുപോലെ ആത്മനിയന്ത്രണവും അവന് കഷ്ടത ഉണ്ടാക്കിയെങ്കിലും അത് താൽക്കാലികം മാത്രമായിരുന്നു. അവയെല്ലാം അതിജീവിച്ച് പിന്നീട് ഉയർന്ന നിലയിലേക്ക് ഇടയാക്കുവാൻ സഹായിച്ചു. ഇതുപോലെ മറ്റൊരു യുവാവിനെ കൂടി നമുക്ക് കാണുവാൻ സാധിക്കും. ആരെങ്കിലും 2 രാജാക്കന്മാർ 5-ാം അധ്യായം
16-ാമത്തെ വാക്യത്തിൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് എലീഷ എന്ന് പറയുന്നത് പ്രവാചകനായ ഏലിയാവിന്റെ ശിഷ്യനായിരുന്നു. എലീഷ സ്വന്തം ലാഭമോ പുകഴ്ചയോ നോക്കാതെ ദൗത്യം ഏറ്റെടുക്കുന്നതിൽ പ്രവാചകൻ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ മുൻപിൻ നോക്കാതെ നിർവഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. പ്രവാചക ശ്രേഷ്ഠനായിരിക്കുന്ന ഏലിയാവിന് വേണ്ടി തന്റെ യുവത്വത്തെ സമർപ്പിച്ച് ദൈവവേലയ്ക്കായി സ്വയം സമർപ്പിത ശുശ്രൂഷ ചെയ്യുന്ന എലീശയാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ എപ്പോഴും മക്കളെ ഒരു ദൗത്യം ഏൽപ്പിക്കാൻ വേണ്ടി പേടിക്കുന്നുണ്ട്. എന്തുകൊണ്ടങ്ങനെ? അവർ ആ ഒരു കാര്യം ഏൽപ്പിക്കാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കുന്നത് കുറവാണ്. ദൗത്യങ്ങൾ ഏറ്റെടുക്കുവാൻ ഒരുങ്ങി പുറപ്പെടുന്ന യുവതലമുറയെ പോലും നിരുത്സാഹപ്പെടുത്തി അവരോട് ചെയ്യണ്ട അല്ലെങ്കിൽ അങ്ങനെ പോകണ്ട എന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കുന്ന രക്ഷിതാക്കളെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പക്ഷെ ഇങ്ങനെ നമ്മുടെ മക്കളെ അല്ലെങ്കിൽ യുവതലമുറയെ പിന്തിരിപ്പിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരു കഴിവ് ഇല്ലാത്തതായിട്ടുള്ള ഒരു തലമുറ, അല്ലെ? അങ്ങനെ ഒരു സമൂഹത്തിന്റെ ഭാഗമാക്കി മാറ്റുവാനാണ് നമ്മുടെ മക്കളെ സാധിക്കുന്നത് എന്ന് മാതാപിതാക്കൾ പലപ്പോഴും മറന്നു പോവുകയാണ് ചെയ്യുന്നത്. ഒരു ഊർജ്ജസ്വലരായി ദൗത്യം ഏറ്റെടുക്കുന്നതിന് ബുദ്ധിയും ഓജസ്സുമുള്ള ഒരു യുവതലമുറയും സമൂഹത്തെയുമാണ് സഭയ്ക്കും സമൂഹത്തിനും അന്നും ഇന്നും ആവശ്യമാകുന്നത്. എന്നാൽ ഈ ഒരു കാര്യത്തെ എന്നും മറന്നു പോകുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഏലിയാവിൽ നിന്ന് ചെറുപ്പം മുതലേ പാഠം കൊണ്ട എലീശ ദൗത്യ നിർവ്വഹണത്തിൽ നിന്ന് പിന്നോട്ട് പോകാതിരുന്നത് തന്നെ ഒടുക്കം ഏലിയാവിന്റെ ദൈവത്തിന്റെ അധികാരപത്രം കൈക്കൊള്ളുന്ന രീതിയിൽ ഏലിയാവ് ധരിച്ചിരുന്ന പുതപ്പ് എലീശയ്ക്ക് ലഭിച്ചു. നമുക്ക് എല്ലാവർക്കും നന്നായി അറിയാലേ, ഏലിയാവിന്റെ പുതപ്പ് എടുക്കപ്പെടുന്ന സമയത്ത് ആർക്കാ കിട്ടിയത്? എലീശയ്ക്കാണ് കിട്ടിയത്. അത് എന്തുകൊണ്ടാണ്? തന്റെ ദൗത്യം കൃത്യമായിട്ട് നിർവഹിക്കുവാനുള്ള കഴിവ്, അല്ലെങ്കിൽ താൻ എന്താണോ മുന്നോട്ട് കൊണ്ടുപോരുന്നത് അത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ തന്റെ ശിഷ്യനെ കൊണ്ട് സാധിക്കും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് എന്തായത്? എലീശയ്ക്ക് ഏലിയാവിന്റെ പുതപ്പ് ലഭിച്ചത്. ഇത്തരത്തിൽ ക്രിസ്തീയ യുവത്വം ഉത്തരവാദിത്വത്തിലുള്ള പ്രതിബദ്ധത വിശ്വാസത്താൽ പൂർണ്ണമായി ഉൾക്കൊള്ളുവാനുള്ള ബാധ്യസ്ഥത ആയിക്കൊണ്ട് യുവജനങ്ങൾക്ക് അത്യാവശ്യമായിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ പോയിന്റിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എന്നും അത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായാലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാലേ ആ ഒരു ജീവിതം പരിപൂർണമായിട്ട് അവസാനിപ്പിക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. എന്താണോ ഈ യുവത്വകാലത്തിൽ നമുക്ക് കിട്ടുന്ന ഉത്തരവാദിത്വ ബോധം, അതാണ് നമ്മുടെ മധ്യവയസ്കതയിലും അതുപോലെ വയസ്സായ കാലഘട്ടത്തിലും നമ്മളെ മുന്നോട്ട് നയിക്കുവാൻ സഹായിക്കുന്നത്. ഏതൊരു പ്രതിസന്ധിയെയും ഏതൊരു പ്രതിബന്ധത്തെയും തരണം ചെയ്യാനുള്ള ആ ഒരു ബോധത്തെ നമുക്ക് എവിടെ നിന്നാണ് ആർജിച്ചെടുക്കാൻ പറ്റുന്നത്? ഈ ഒരു യുവജന കാലഘട്ടത്തിൽ നിന്നാണ് ആർജിച്ചെടുക്കാൻ പറ്റുന്നത്. ഇന്നത്തെ പല കുട്ടികൾക്കും അത് നഷ്ടപ്പെടുവാനുള്ള കാരണവും തങ്ങളുടെ വീടുകളിൽ നിന്ന് തന്നെയാണ്, അല്ലെ? അവിടെ നിന്ന് തന്നെ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാൻ മാതാപിതാക്കൾക്കോ എങ്ങനെ ചെയ്യണമെന്ന് കുട്ടികൾക്കോ അറിയാത്തൊരു കാലഘട്ടത്തിലേക്ക് വളർന്നു വന്നു. എന്നാൽ ബാല്യകാലത്തിൽ ഇപ്പോൾ പല കുട്ടികൾക്കും ബാല്യകാലത്തിലേക്ക് കൊടുക്കുന്ന ശിക്ഷണവും എല്ലാമാണ് എന്താകുന്നത്? യുവജന കാലഘട്ടത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് പഠിക്കുന്നത്. യുവജന കാലഘട്ടത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് എന്താണ് നമ്മുടെ മുന്നോട്ടുള്ള ഭാവി ജീവിതത്തെ നിർണ്ണയിക്കുന്നത്. രണ്ടാമത്തായിട്ട് ഞാൻ പുതിയ നിയമത്തിലേക്ക് കടക്കാം. ഇപ്പൊ നമ്മൾ രണ്ടുപേരെ പറഞ്ഞു, യോസഫിനെ പറഞ്ഞു, എലീശയെ പറഞ്ഞു. രണ്ടുപേരെ നമുക്ക് വളരെ നന്നായി അറിയാവുന്ന ആളുകളാണ്. ഇനി പുതിയ നിയമത്തിലേക്ക് എത്തിക്കഴിഞ്ഞാല് എബ്രായർ 12:2 ആർക്കെങ്കിലും ഒന്ന് വായിക്കാൻ പറ്റും? എബ്രായർ 12-ാം വാക്യം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവെക്കുന്നവരുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ഓക്കെ, യുവത്വം എന്ന് പറയുന്നത് അവിടെ ആ വാക്കാണ്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിലുള്ള വിശ്വാസം. യേശുവിനുള്ള ആ ഒരു വിശ്വാസത്തെ പിന്തുടരണം എന്നാണ് എന്ത് പറയുന്നത്? എബ്രായർ 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നത്. 33 വയസ്സ് വരെയാണ് യേശു കർത്താവ് ലോകത്ത് ജീവിച്ചിരുന്നത്, അല്ലെ? തന്റെ പരസ്യ ശുശ്രൂഷ വെറും 3.5 വർഷക്കാലമായിരുന്നു. എല്ലാവർക്കും നന്നായിട്ട് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 3.5 വർഷക്കാലമായിരുന്നു യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ. ഈ 33 വയസ്സ് എന്ന് പറയുന്നത് ഒരു യുവത്വ കാലഘട്ടമാണ്, അല്ലെ? അപ്പൊ 3.5 വർഷക്കാലവും ആ ഒരു യുവതയുടെ ആ ഒരു ജീവിത സാഹചര്യത്തിലാണ് യേശു ജീവിച്ചിരുന്നത്. തനിക്ക് ദൈവം നൽകിയ ലോകത്തിൽ നൽകിയ യുവ കാലഘട്ടത്തിന്റെ പരിമിതി എത്രയാണെന്ന് അറിയാമായിരുന്നിട്ടും കർത്താവ് യുവാവ് എന്ന നിലയിൽ ദൈവം തന്നെ നിക്ഷിപ്തമാക്കിയ കർത്തവ്യങ്ങളെ ഒന്നൊന്നായി നിവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. മാതാപിതാക്കളെ അനുസരിച്ച്, അതുപോലെ ന്യായപ്രമാണത്തിന് ഭംഗം വരുത്താതെ, അതുപോലെ തന്റെ പൂർവികരുടെ വിശ്വാസങ്ങൾക്ക് മാറ്റം വരുത്താതെ തന്റെ ദൗത്യം പൂർത്തീകരിക്കുന്ന യുവത്വത്തിന്റെ പ്രതീകമായ ഒരു ദൈവപുത്രൻ
കാണുവാൻ സാധിക്കും. അല്ലെ, കാനാവിലെ കല്യാണ വീട്ടിലാണ് ആദ്യമായിട്ട് അത്ഭുതങ്ങൾ ആരംഭിക്കുന്നത്. തന്റെ യുവത്വ കാലഘട്ടത്തിൽ തന്നെ ആരംഭിക്കുന്ന എവിടെയാണ്? കാനാവിലെ കല്യാണ വീട്ടിൽ. അവിടെ നിന്ന് ആരംഭിച്ച് തന്റെ പരസ്യ ശുശ്രൂഷ ക്രൂശിലേക്ക് കൊണ്ടുപോകുന്ന വഴി വന്ന പട്ടാളക്കാരന്റെ ചെവിക്ക് സൗഖ്യം വരുത്തുന്നത് വരെയും തുടർന്നുണ്ടായിരുന്നു. അപ്പൊ അതുവരെ തുടർന്ന തന്റെ പരസ്യ ശുശ്രൂഷ ഓരോ പ്രവൃത്തിയിലും തന്നെ പിന്തുടരുന്ന വിശ്വാസത്തിന്റെ ആരംഭമായ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ സ്വയം പുകഴ്ച എടുക്കാതെ ആരോടും പറയരുത്, പോയി മോശയുടെ കൽപ്പന പ്രകാരമുള്ള ആചാരങ്ങൾ ചെയ്യുവാൻ പ്രോത്സാഹിപ്പിക്കുന്ന യേശു എന്നത് യുവത്വത്തിന്റെ പ്രതീകമായ ദൈവപുത്രനെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. അല്ലെ, ഓരോ തവണ ഓരോരുത്തരെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുമ്പോഴും എന്താ പറയുന്നത്? ആരോട് പറയരുത്, നീ പോയിട്ട് ദൈവത്തിനായി പോയി ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയെന്ന് പറഞ്ഞാക്കിയ ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും ഞാൻ അത് ചെയ്തതെന്ന് പോയി പറയുമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അത്തരത്തിൽ ഒരു യുവത്വമായ ഒരു ആൾക്ക് എന്ത് ആവശ്യമുണ്ടോ അത് നമുക്ക് വ്യക്തമായിട്ട് ആരിൽ കാണാൻ സാധിക്കും? യേശു കർത്താവിൽ കാണുവാൻ സാധിക്കും. ഇത്തരത്തില് യൗവനക്കാര, നിന്റെ യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ ഓർക്കുക എന്നത് ഒരു ലഘുവായ കാര്യമല്ല. എപ്പോഴും ഇപ്പോഴത്തെ കുട്ടികളോട് നമ്മൾ പറയുന്ന, വലിയ മുതിർന്നവർ പറയുന്ന കാര്യമാണല്ലേ, യൗവനക്കാര, യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ ഓർത്ത് നീ ജീവിക്കണം. ഒരിക്കലും മറന്ന് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് മറന്നോ വിട്ടുപോയിട്ടോ നമ്മൾ ജീവിക്കാൻ പാടില്ല എന്ന് നമ്മൾ ഇന്നത്തെ കുട്ടികളെടുത്ത് മാതാപിതാക്കളായാലും മുതിർന്നവരായാലും പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു കാര്യം. ദൈവം മുതൽ ഈ ലോകത്തിൽ തന്റെ വളർച്ചയ്ക്ക് നിദാനമായ സർവ്വത്തെയും അനുസരിക്കുന്നതും പിന്തുടരുന്നതും വിശ്വസിക്കുന്നതും യുവത്വത്തിന്റെ പൂർണ്ണതയ്ക്ക് അനിവാര്യമാണ്. സ്വന്തം താല്പര്യങ്ങൾക്ക് അനുസൃതമായി ജീവിക്കുന്ന യുവത്വത്തിന് നമ്മളടുത്ത് അരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിവിടെ ആർക്കും ഇഷ്ടമില്ലാത്തൊരു വാക്കല്ലേ, നമ്മളടുത്ത് ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും എന്ത് ചെയ്യണം? ഒന്ന് ചെയ്ത് നോക്കിയാൽ കൊള്ളായിരുന്നു എന്നൊരു തോന്നൽ തോന്നും എപ്പോഴും, അല്ലെ? അതേമാതിരി ഇന്നത്തെ യുവത്വത്തിന് തീരെ ഇഷ്ടമില്ലാത്തൊരു വാക്ക് എന്താണ്? അരുത്. ഞാനും ഉണ്ട് കേട്ടോ അതില്. എനിക്ക് അരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താന്ന് ചെയ്ത് നോക്കിയാല് നമുക്ക് തോന്നിപ്പോകും. അപ്പൊ അരുത് എന്ന വാക്കിനെ വെറുക്കുന്ന ഒരു സമൂഹമാണ് ഇത്. ശരിക്കും അതിന്റെ വിഭക്തി എന്താണെന്നോ അല്ലെങ്കിൽ ഒരു ലക്ഷ്യം വെച്ചാണ് നമ്മൾ പോകുന്നതെന്നുള്ള വ്യാജേന ലക്ഷ്യമില്ലാതെ ഒരു ഓട്ടം ഓടുന്ന സമൂഹത്തെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് അവസാനം എവിടെ എത്തുന്നത്? നിരാശയിലെത്തും, മദ്യത്തിലെത്തും, മയക്കുമരുന്നിലെത്തും, കൊലപാതകത്തിലെത്തും, അല്ലെ? കത്തിയെടുക്കാനോ മാസിഡ് ഒഴിക്കാനോ ഒക്കെ ഓടുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ മുന്നിൽ തന്നെ നമുക്കത് കാണാം, അല്ലെ? അരുത് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ തോന്നും? ഒന്ന് ചെയ്ത് നോക്കണം. അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഒന്ന് ചെയ്ത് നോക്കണം എന്ന് തോന്നുന്ന ഒരു സമൂഹം തന്നെയാണ് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഓടുന്ന ഓട്ടം എവിടെ എത്തുന്നുണ്ട്? ഓരോ പ്രശ്നത്തിലും പ്രയാസത്തിലും പോയി എത്തുന്നു. ഇതുപോലെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ജീവിതമാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. ആകയാൽ ലക്ഷ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ദൈവത്തിന്റെ യൗവനത്തെ ഉൾക്കൊണ്ട് ബുദ്ധിയുള്ളവരായി നല്ല അംശത്തെ തിരഞ്ഞെടുക്കാം. അത് ആരും നമ്മിൽ നിന്ന് അപഹരിക്കുവാൻ സാധിക്കില്ല. അങ്ങനെ അർത്ഥവത്തായ ഒരു ജീവിതത്തെ കുറിച്ച് അന്വേഷണം തിരുവചനത്തിലൂടെ നമുക്ക് കണ്ടെത്താം. ദൈവം നമ്മെ അതിനായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, സ്വർഗീയപിതാവേ, അടിയങ്ങൾക്ക് കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ വരുവാനും കർത്താവെ അങ്ങ് ആരാധിപ്പാനും സഹായിച്ചവൻ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ധാരാളം പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ കർത്താവെ, ഈ ഒരു സമയത്ത് ദൈവത്തെ അങ്ങ് ആരാധിപ്പാൻ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. ധാരാളം പേർ പ്രകൃതിക്ഷോഭങ്ങളുടെ ബന്ധനങ്ങളിലും മറ്റു പ്രശ്നങ്ങളും പ്രയാസങ്ങളും പകർച്ചവ്യാധികളുടെ ബന്ധനങ്ങളിലും കഷ്ടപ്പെടുമ്പോഴും കർത്താവെ, ആരോഗ്യപരമായി വന്ന് കർത്താവെ അങ്ങ് ആരാധിപ്പാൻ അടിയങ്ങൾക്ക് സഹായിച്ചവൻ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അടിയൻ ദൈവവചനത്തിലൂടെ സംസാരിച്ച കാര്യങ്ങൾ അങ്ങയുടെ മക്കളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കപ്പെടുവാനുള്ള കൃപ അങ്ങ് നൽകുമാറാകണമേ. യേശുക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ തന്നെ ആമേൻ. മനസ്സിലുള്ള പിതാവായ ദൈവം തിരുവചനത്തിൽ തന്റെ സമ്പൂർണ്ണ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തിയിരിക്കാനും ക്രിസ്തുയേശുവിൽ നമ്മെ തന്റെ സമൃദ്ധിയായ കൃപയിൽ അംശങ്ങളാകാൻ ക്ഷണിച്ചിരിക്കാനും തന്നിലുള്ള വിശ്വാസം ഞാൻ പറയുന്നതിന്റെ പിന്നാലെ നിങ്ങളും സ്വീകരിച്ചു ചൊല്ലുവാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. സ്വർഗ്ഗങ്ങൾക്കും ഭൂമിക്കും സൃഷ്ടാവായ സർവശക്തനായ പിതാവായ മുൻകൂർ പ്ലാൻ ചെയ്തിട്ടല്ലെങ്കിലും ഇത്രമാത്രം മനോഹരമായിട്ട് ഇന്നേ ദിവസത്തെ ആരാധന നിയന്ത്രിച്ച കണ്ണശ്ശേരി യുവജന സഖ്യത്തിൻ്റെ സഭയുടെ പേര് ഉദാഹരിക്കുന്ന നന്ദിയും സ്നേഹം അറിയിക്കുന്നു. വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു മെസ്സേജാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന. യുവാക്കൾ അർത്ഥവത്തായ ജീവിതം തേടുന്നു എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്.
ഒരു വീട്ടില് അപ്പനും അമ്മയും ഭാര്യയും ഭർത്താവും, പ്രായമുള്ള അപ്പനമ്മയാണ്, ഭാര്യയും ഭർത്താവും യുവാക്കളും. ഒരു ദിവസം മാതാപിതാക്കളുടെ ബഹളം കേട്ടിട്ടാണ് മക്കള് അല്ലെങ്കിൽ മകനും ഭാര്യയും എഴുന്നേറ്റ് വന്നത്. അപ്പൊ മാതാപിതാക്കൾ വിളിച്ച് പറയുന്നുണ്ട് പാമ്പ് പാമ്പ് എന്ന്. മകനും ഭാര്യയും ഓടി വന്നു. എന്താന്ന് ചോദിച്ചപ്പോൾ അപ്പം പറഞ്ഞു, എടാ മുറിയിനുള്ളിൽ പാമ്പെന്ന് പറഞ്ഞു. പിന്നെ മോനെ കാണാനില്ല. പിന്നെ നോക്കുമ്പോ മോനെ കാണാൻ ഇല്ല. കുറച്ചു കഴിഞ്ഞ് മോള് മുറിയിനുള്ളിലുള്ള സാധനങ്ങളൊക്കെ വലിച്ചിട്ട് പാമ്പിനെ കണ്ടുപിടിച്ചു, അതിനെ തല്ലിക്കൊന്നു. കോലായി കൊണ്ടിട്ടപ്പോൾ മോനുണ്ട് ഇറങ്ങി വരുന്നത്. എവിടുന്നായിരിക്കും? മുറി നല്ല കക്കൂസ് മേടിച്ചോടി കക്കൂസ് കരുതിയിട്ടുണ്ട്. ഇപ്പോൾ യുവാക്കൾ ആ വിധത്തിലാണ്. അതിന് കാരണക്കാരൻ നമ്മൾ. എൻ്റെ അപ്പനൊന്നും ഒരു കാര്യത്തിന് എന്നെ തടഞ്ഞിട്ടില്ല, ഏത് കാര്യത്തിന് എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. തെറ്റെന്താണെന്ന് പറഞ്ഞു തരാനും തെറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ശരി എന്താണെന്ന് ഓർമ്മിപ്പിക്കാനും അവർ സമയം കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു പരാജയം എന്നാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ തളിപ്പറമ്പിൽ എൻ്റെ ഒരു സുഹൃത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമുള്ള സുഹൃത്താണ്, ചെറുപ്പക്കാരനല്ല. PK ശ്രീമതി ടീച്ചർ ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ അവരുടെ PS ആയി വർക്ക് ചെയ്ത AC മാത്യു എന്ന അദ്ദേഹത്തെ കാണാൻ പോയി. അദ്ദേഹത്തെ കാണാൻ പോകുമ്പോഴേ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, എൻ്റെ ഭാര്യ പോസിറ്റീവാണ്, പേടിയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേ ഉള്ളൂ, പേടി ഇല്ലാണ്ടൊന്നുമില്ല. ഞാൻ അവിടെ എൻ്റെ പ്രാക്ടീസ് അറിയാം. കോവിഡ് കത്തി നിൽക്കുന്ന കാലത്ത് വെസ്റ്റ് ഹിൽ സെമിത്തേരിയിൽ ചെതയുടെ നടുവിൽ ഒറ്റയ്ക്ക് നിന്നവനെ, ഒരു PPE കിറ്റ് ഇട്ടിട്ടില്ല. ഞാനും ലിനീഷും പിന്നെ ജോയി എന്നവൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, അനു, ഞങ്ങള് ചിലര്, ശശി. അന്ന് എൻ്റെ പേടി പോയി. കാരണം ഏത് മനുഷ്യനും പോയാൽ അവിടെ വരെ പോകാൻ പറ്റും, എൻ്റെ പുറത്തേക്ക് പോകാൻ പറ്റും. എനിക്കാ പേടിയില്ല എന്ന്. അതിന് കാരണം ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയത് അദ്ദേഹത്തിൻ്റെ പറമ്പിലില്ലാത്ത പച്ചമരുന്നില്ല. ഷുഗറിന് ഏറ്റവും നല്ല മരുന്നാണ് ചിറ്റാമൃത് എന്ന് പറയുന്ന വള്ളി. അത് പക്ഷെ വൈദ്യന്മാരുടെ അടുത്ത് പോയി വാങ്ങിയാൽ അവർ വല്ല കാട്ടുന്നോ വല്ല റോഡ് സൈഡിലൊക്കെ പറിച്ചുകൊണ്ടിരുന്നായിരിക്കും. ഇദ്ദേഹത്തിന്റെ പറമ്പിലത് ഇഷ്ടം പോലെ ഉണ്ട്. അത് പറിച്ചുകൊണ്ടിരാനാണ് ഞാൻ പോയത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, രഞ്ജിത് പാസ്റ്റർ ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങോട്ട് പോരെന്ന് ഞാൻ പറഞ്ഞത്, വേറെ ആരെയാണ് ഞാൻ പറയില്ല. നമ്മുടെ യുവാക്കൾക്ക് ആദ്യം കൊടുക്കേണ്ട പാഠം അതാണ്. അവരുടെ യുവത്വത്തിൻ്റെ ജീവിതം എത്രമാത്രം അർത്ഥപൂർണമാണ് എന്നുള്ള പാഠമാണ് കൊടുക്കേണ്ടത്. തമ്പാച്ചേട്ടൻ്റെ ഭാര്യ മരിച്ചപ്പോൾ MMC ഹോസ്പിറ്റലിൽ ഒരുപാട് പേര് പാഞ്ഞു വന്നു. പക്ഷേ വന്നവരാരും അറിയില്ല കിടക്കുന്നത് കോവിഡ് സെന്ററിലാണ്. അവിടെ എത്തി കോവിഡ് സെന്ററാന്ന് പറഞ്ഞു, പിന്നെ ആരെയും കാണാനില്ല. ആദ്യം പോയ കൂട്ടത്തിൽ ലിബിയേട്ടനും പിന്നെ ജോജു, പിന്നെ പോയ കൂട്ടത്തിൽ ഞാൻ. എന്റെ പിറകിൽ കുറെ ആൾക്കാരുണ്ടായിരുന്നു,
പക്ഷെ കോവിഡ് സെന്റർ എന്നൊക്കെ ബിരിയാണി കാണാനില്ല, എല്ലാവരും സ്ഥലത്ത്. നമ്മൾ ഭയക്കേണ്ടുന്നതിനെ ഭയക്കണം, കാരണം ഭയന്നേ പറ്റും. എന്ന് പറഞ്ഞാൽ മദ്യപാനം, അമിതമായിട്ടുള്ള ഡ്രഗ്സ് ഉപയോഗങ്ങൾ, അമിത വേഗത്തിലുള്ള വാഹനമോടിക്കല്, നിയന്ത്രണമില്ലാത്ത ജീവിതം, ഇത് ഉപേക്ഷിക്കും. എന്നാൽ യുവത്വത്തിന്റെ സൗന്ദര്യം ക്രീമുകളിലോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ വാങ്ങുന്നതായിരിക്കുന്ന സെറാമിക്സ് എന്താ പറയുക ക്രീം ഐറ്റംസുകൾ, അതുപോലെ അതിലല്ല എന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഞാനൊരു കാര്യം കൂടെ, ഒരു സംഭവം കൂടെ പറഞ്ഞിട്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് പോകാം. നിങ്ങൾക്കറിയാം, സന്ധ്യ BIPS എന്ന SP ഒരു കാലഘട്ടത്തിൽ കണ്ണൂർ വളപട്ടണം എന്ന് പറഞ്ഞ സ്ഥലത്തെ വിറപ്പിച്ച ഒരു ഖലാസി സംഘം ഉണ്ടായിരുന്നു. അതിലെ നേതാവിനെ പറഞ്ഞിരുന്നത് മൂപ്പനാണ്. അവരുടെ പ്രയത്നം കൊണ്ടാണ് ഒരു കപ്പല് പോലെയുള്ള സാധനങ്ങൾ കരക്ക് കയറ്റുന്നതും കടലിലിറക്കുന്നതും. അത്രയും ശക്തന്മാരായിരുന്നു. പക്ഷെ രാത്രി ഒരു സമയം കഴിഞ്ഞ് ഈ വളപട്ടണം ഖലാസികളുടെ ഏരിയയിലൂടെ പോകുന്ന ചെറുപ്പക്കാരായിരിക്കുന്ന സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവരുടെ ശവശരീരം ചില ദിവസങ്ങൾക്കുള്ളിൽ വളപട്ടണം പുഴയിൽ ഒഴുകി നടക്കുന്നുണ്ട്. നിത്യസംഭവമാണ്. ആരും അതിനെതിരെ ശബ്ദിക്കാറില്ല, ശബ്ദിച്ചുകൊണ്ട് കാര്യമില്ല. തളിപ്പറമ്പിൽ ടോമിൻ J. തച്ചങ്കരിയും വളപട്ടണം ASP ആയിട്ട് സന്ധ്യ B. നായരും വന്ന കാലഘട്ടം ഞങ്ങളുടെ യുവത്വത്തിന് വലിയൊരു പ്രചോദനമായിരുന്നു. എന്തിനേയും ഞങ്ങൾക്ക് കീഴടക്കാൻ പറ്റും എന്നുള്ളൊരു ആർജവം ഞങ്ങൾക്ക് ലഭിച്ചത് അവരിൽ നിന്നാണ്. തളിപ്പറമ്പ് ASP ആയി ടോമിൻ J. തച്ചങ്കരിയും വളപട്ടണം ASP ആയി സന്ധ്യ B. നായരും രാത്രി 10 മണിക്ക് ശേഷം വെറും ചൂരിദാറിട്ട് ഖലാസി പാളയത്തിലേക്ക് ചെന്ന സന്ധ്യ അവിടെയുള്ള മൂപ്പം വന്ന് ചോദിച്ചു പോവുകയല്ലേ, നാ പോകാന്ന്. എങ്ങോട്ടാന്ന് വെച്ചത്? മുന്നോട്ട് നടന്നോളാൻ പറഞ്ഞു. മലഞ്ചാൻ ടാങ്കീസിന്റെ അടുത്തെത്തിയപ്പോഴാണ് മൂപ്പന് കളി മനസ്സിലായത്. ജീപ്പ് അവിടെ ഉണ്ടായിരുന്നു. എന്ത് ചെയ്തു എന്ന് അവിടെയുള്ള നാട്ടുകാർക്ക് പോലും അറിയില്ല. എന്തായാലും മൂപ്പനെ ചുരുട്ടിക്കൂട്ടി ജീപ്പിലിട്ട് കൊണ്ടുപോയി. നാട്ടുകാർ മുഴുവൻ നോക്കി. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. അതേത് പ്രായത്തിൽ? യുവത്വത്തിൽ നമ്മുടെ മക്കൾ പ്രാപിച്ചെടുക്കുന്ന ആർജവമാണ് മധ്യവയസ്കതയിൽ ഏത് അപകടത്തെയും തരണം ചെയ്ത് ജീവിക്കാൻ അവർക്ക് ലഭിക്കുന്ന പ്രചോദനം. ആ യുവത്വം നഷ്ടപ്പെട്ടു പോയാൽ അവരുടെ ആർജവവും നഷ്ടപ്പെടും. അതുകൊണ്ട് യുവാക്കളെ, യുവതികളെ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളിൽ നിന്ന് പിന്തിരിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. ഏഴ് ശ്രദ്ധിക്ക് എന്നെ വിളിച്ചു പറഞ്ഞു, അപ്പൊ ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് പോവുക. ഞാൻ ചെന്നിനാട ബ്ലഡ് കൊടുക്കാൻ പോവുക. ഞാനൊന്നും പറഞ്ഞില്ല, പോയിക്കോളാം. പക്ഷെ എനിക്കറിയാം 18 വയസ്സ് തികഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ബ്ലഡ് കൊടുക്കാൻ പാടില്ല. എനിക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമാണ്. 18 വയസ്സ് കഴിയണം ബ്ലഡ് കൊടുക്കാൻ. 18 വയസ്സാകേ ഉള്ളൂ. 17 വയസ്സ് കഴിഞ്ഞു, 18 ആയിട്ടില്ല, പൂർത്തിയായിട്ടില്ല. ഞാനൊരു ദിവസം തെറ്റില്ല. അപ്പം വേണമെങ്കിൽ എനിക്ക് പറയാം, എടാ നിനക്ക് 17 വയസ്സേ ആയിട്ടുള്ളൂ, 18 വയസ്സ് കഴിഞ്ഞാലേ ബ്ലഡ് കൊടുക്കാൻ പാടുള്ളൂ.
അത് അവന് ലഭിച്ചിരിക്കുന്ന ആർജവമാണ്. നമ്മുടെ മക്കളുടെ നല്ല താലന്തുകളെ കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് അവർ യഥാർത്ഥ പൗരന്മാരായിട്ട് മാറുന്നത്. അത്തരത്തിലുള്ള പ്രോത്സാഹനം നൽകുവാൻ നമ്മുടെ യുവാക്കൾക്ക് വേണ്ടി നമുക്ക് കഴിയണം. ആരാധനയ്ക്ക് ശേഷം ഇന്ന് ആരാധനയ്ക്ക് നേതൃത്വം നൽകിയ മക്കളെ പ്രോത്സാഹിപ്പിക്കുവാൻ പ്രത്യേകമായിട്ട് ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുന്നു. പ്രാർത്ഥനകൾ. കർത്താവ് നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. കർത്താവെ കരുണയുണ്ടാകണമേ. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും ചേർന്ന് ചൊല്ലാം. പ്രത്യേകാപേക്ഷ. ലോകത്തിന്റെ രൂപാന്തരത്തിനായി ക്രിസ്തുവിന്റെ പ്രവർത്തന പദങ്ങളിലെ പങ്കാളികളായി ഞങ്ങളെയും വിളിച്ച ദൈവമേ, സാമൂഹിക ഇടപെടലുകളുടെ പരിസരങ്ങളിൽ ക്രിസ്തീയ സാക്ഷ്യത്തിന്റെ ജാലകങ്ങളായി നിലനിൽക്കാൻ സഹായിക്കണമേ. ദൈവിക ഭരണത്തിന്റെ നവസമൂഹ നിർമ്മിതിക്കായി ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളെയും വിശേഷാൽ യൗവനത്തെയും വേർതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ക്രിസ്തു മുഖാന്തരം അപേക്ഷിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥന. ഓരോ അപേക്ഷയുടെയും പിന്നാലെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ എന്ന് പ്രതിവാക്യമായി പറയാം. ലോകരാഷ്ട്രങ്ങൾക്കായി പ്രാർത്ഥിക്കാം. തീവ്രവാദവും യുദ്ധങ്ങളും മതസ്പർദ്ധയും പലായനങ്ങളും ലോക സമാധാനത്തെ ആട്ടിയുലയ്ക്കുമ്പോൾ ദൈവമേ, അങ്ങയുടെ ഇടപെടൽ ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിനും ഐക്യത്തിനും പരിശ്രമിക്കുന്നവരുടെ പ്രവർത്തനങ്ങൾ ഫലം കാണാനും അധിനിവേശങ്ങളും അടിച്ചമർത്തലുകളും ഇല്ലാതെയായി രാജ്യങ്ങൾ തമ്മിൽ സമാധാനം നിലനിൽക്കാനും ഭരണാധികാരികൾ തമ്മിൽ ഐക്യത്തിൽ പ്രവർത്തിക്കാനും നന്മയും ശാന്തിയുമുള്ള ദിനങ്ങൾ ഉണ്ടാകുവാനും കർത്താവെ അങ്ങയിടയാക്കണമേ. നമ്മുടെ ദേശത്തിനും ഭരണകർത്താക്കൾക്കായും പ്രാർത്ഥിക്കാം. അധികാരങ്ങൾ സേവനത്തിന്റെ ഇടങ്ങളാണെന്ന ബോധത്തോടെ നാടിന്റെ വളർച്ചയ്ക്കും ജനങ്ങളുടെ നന്മയ്ക്കും തങ്ങളാൽ ആശംവിധം പ്രയത്നിക്കാൻ ഞങ്ങളുടെ അധികാരികളെയും ഭരണകർത്താക്കളെയും പ്രാപ്തരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഴിമതിയും വിഭാഗീയതകളും സ്വജനപക്ഷപാതവും ഇല്ലാതെയായി എല്ലാവർക്കും നീതി ലഭിക്കുന്ന തങ്ങളുടെ അവകാശങ്ങളെ നേടിയെടുക്കുവാൻ കഴിയുന്ന കെട്ടുറപ്പുള്ള ഒരു ഭരണ സംവിധാനം നിലനിൽക്കുവാനും അത് ഞങ്ങളുടെ നാടിന്റെ അഭിവൃദ്ധിക്കും എങ്ങും സമാധാനവും ഐക്യവും നിലനിൽക്കുന്നതിന് കാരണമാകണമേ. ആമേൻ. ക്രിസ്തീയ സഭകൾക്കായി പ്രാർത്ഥിക്കാം. വ്യത്യസ്തതകളും വിഭാഗീയതകളും നിറഞ്ഞ ഈ ലോകത്തിൽ അങ്ങയുടെ ശരീരമാകുന്ന സഭ ഐക്യത്തിലും മാതൃകയിലും നിലനിൽക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പരസ്പരമുള്ള മത്സരങ്ങൾ ഇല്ലാതെയായി ദൗത്യത്തിന്റെ മേഖലകളിൽ കൈകോർത്തു നിൽപ്പാനും അങ്ങയെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചുകൊണ്ട് അന്ധകാരം നിറഞ്ഞ ഇടങ്ങളിൽ പ്രകാശമായി മാറാനും മുറിവേറ്റവന്റെ കണ്ണീരൊപ്പാനും സഭയെ അങ്ങ് ശക്തീകരിക്കണമേ. പ്രതികൂലങ്ങളുടെ കാലഘട്ടങ്ങളിൽ സഭ തളർന്നു പോകാതെ കരുത്ത് പകർന്ന ക്രിസ്തുവെ, നിയന്ത്രണങ്ങളുടെ നടുവിലൂടെ ഞങ്ങളുടെ ആരാധനകളും കൂടിവരവുകളും കടന്നു പോകുമ്പോൾ സഭ വിശ്വാസത്തിൽ ബലപ്പെടാനും പ്രാർത്ഥന ജീവിതം ശക്തിപ്പെടുവാനും അങ്ങയുടെ ആത്മാവിന്റെ നിറവ് ഞങ്ങൾക്ക് തരണമേ. ആമേൻ. മലബാർ മഹാ ഇടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ മഹാ ഇടവകയുടെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സഭാ നേതൃത്വത്തിനായി ഞങ്ങളുടെ ബിഷപ്പ് റോയ്സ് മനോജ് വിക്ടർ തിരുമേനിക്കായും എല്ലാ പട്ടക്കാർക്കായും സഭാ ശുശ്രൂഷകർക്കായും സിസ്റ്റർമാരെയും മഹാ ഇടവക ഭാരവാഹികളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. തങ്ങളിൽ അർപ്പിതമായ കർത്തവ്യങ്ങളെ വിശ്വസ്തയോടും ആത്മാർത്ഥതയോടും കൂടെ നിർവഹിക്കാൻ ആവശ്യമായ കൃപ നൽകണമേ. ആമേൻ. യുവജന സഖ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ മഹാ ഇടവകയിലെ യുവജന സഖ്യത്തെയും പ്രവർത്തനങ്ങളെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മഹാ ഇടവക യുവജന സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്ന റവറന്റ് റോബിൻ ലോറൻസ് അച്ഛന് വേണ്ടിയും ഏരിയ പ്രസിഡന്റുമാർക്ക് വേണ്ടിയും മറ്റ് നേതൃത്വത്തിൽ ഇരിക്കുന്ന എല്ലാ ഭാരവാഹികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു.
അവരുടെ നേതൃത്വം സംഘടനയ്ക്ക് പുതു ഊർജം പകരേണ്ടതിനായി കാത്തു സൂക്ഷിക്കണമേ. ആമേൻ. രോഗികൾക്കായി പ്രാർത്ഥിക്കാം. മാരകമായ രോഗങ്ങൾ ലോകം മുഴുവൻ പടർന്നു പിടിക്കുമ്പോൾ, ഓരോ ദിവസവും പുതിയ പല രോഗങ്ങൾ ഉത്ഭവിക്കുമ്പോൾ, കർത്താവെ, അങ്ങയുടെ ചിറകിന്റെ മറവിൽ ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗത്തിന്റെ കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്നവർ, ശരിയായ ചികിത്സ ലഭിക്കാത്തവർ, ചികിത്സയ്ക്ക് ആവശ്യമായ പണമില്ലാത്തവർ, മരണത്തെ മുഖാമുഖം കണ്ട് ജീവിക്കുന്നവർ, കർത്താവെ, അങ്ങ് അവർക്ക് കൂട്ടായിരിക്കണമേ. ആമേൻ. നമ്മുടെ യുവജനങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ യുവജനങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയുവിൻ എന്ന് അങ്ങ് വചനത്തിലൂടെ ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയപ്പോൾ, കർത്താവെ, ഞങ്ങളുടെ മക്കൾ തങ്ങളുടെ യൗവനം തുച്ഛീകരിക്കാതെ തങ്ങളെ ആകർഷിക്കുന്ന തെറ്റായ വഴികളിൽ നിന്നും വിട്ടുനിൽക്കുവാനും യൗവനത്തിൽ തങ്ങളുടെ സൃഷ്ടാവിനെ ഓർത്തുകൊണ്ട് നിത്യമായ രക്ഷ ക്രിസ്തുവിലാണെന്ന ബോധ്യത്തോടെ അങ്ങയുടെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിതം നയിക്കുവാനും തണ്ടിന്മേൽ കത്തിച്ചു വെച്ച വിളക്ക് പോലെ ഏത് അന്ധകാരം നിറഞ്ഞ ഇടങ്ങളിലും അങ്ങയുടെ വെളിച്ചം പകരുന്ന മക്കളായി തീരണമേ. ആമേൻ. പൊതുവിലുള്ള സ്തോത്രം. സകല നന്മകളുടെയും ദാതാവായ ദൈവമേ, അവിടുന്ന് നൽകിയ സകല അനുഗ്രഹങ്ങൾക്കായും കൃപകൾക്കായും നന്ദി അർപ്പിക്കുന്നു. ഈ പ്രഭാതത്തിൽ അങ്ങയെ ആരാധിക്കുന്നതിനും ദൈവവചനം ധ്യാനിക്കുന്നതിനും അവസരം നൽകിയതിനായി സ്തോത്രം. ഞങ്ങളുടെ ആയുസ് ദൈവത്വത്തിന്റെ ശ്രേഷ്ഠത തിരുവചനത്തിലൂടെ ബോധ്യപ്പെടുത്തി അങ്ങേക്ക് സ്തോത്രം അർപ്പിക്കുന്നു. ത്രിയേക ദൈവമേ, അങ്ങേക്ക് സകല ബഹുമാനവും മഹത്വവും അർപ്പിക്കുന്നു. ആമേൻ. ഒടുവിലായി 328 ഗീതത്തിന്റെ അവസാനത്തെ ചരണം നമുക്ക് പാടാം. 328 ഗീതത്തിന്റെ അവസാനത്തെ ചരണം. എൻ ജീവനും തഥാ ബലങ്ങളുമുത ഭവാന് സന്തതം സുയാഗമർപ്പിതം ചേർന്നു. 328 ഗീതത്തിന്റെ അവസാനത്തെ ചരണം. എൻ ജീവനു വിശ്വാസമുള്ള ഹൃദയത്തോടുകൂടെ നമുക്ക് കർത്താവിന്റെ ആശീർവാദം കൈക്കൊള്ളാം. നമ്മെ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലം എന്നേക്കും അവനുള്ളത്. ഇങ്ങനെ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹം നമ്മളിടയിലുണ്ടായി എല്ലായ്പ്പോഴും നാം ഓരോരുത്തരോട് കൂടെയും കാലാവസാനം കൂടാതെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പുറപ്പെട്ടു പോകാം. കർത്താവിന്റെ നാമത്തിൽ